ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. റൈറ്റ് ഹീറോയിൻ്റെ ഡാഡിക്ക് ഷോക്കായിരുന്നു. പോലീസ് നിങ്ങൾ സാർ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യാ കമ്മീഷണർ പോലീസിലെ ഞങ്ങളെ സാറ് അവരുടെ വൈഫിനെ ഇവന് വീട്ടിൽ വന്നിട്ട് എപ്പോൾ നോക്കി ഫോട്ടോ എടുക്കുക CC ക്യാമറ പിടിച്ചു. അതുമാത്രമല്ല ഞങ്ങളെ പോലീസ് കമ്മീഷണർ വലിയ മോക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു. ഓൾറെഡി ഇത് കംപ്ലൈൻറ്റോട് തന്നിരുന്നു. അതിനെ കണ്ടുപിടിക്കാൻ കഷ്ടമായിട്ട് ഞങ്ങളെ ഇപ്പോൾ പോലീസ് കമ്മീഷണർ രണ്ടാമത്തെ മൂത്ത മകൾക്കും മോക്കും പ്രപ്പോസ് ചെയ്ത് ടോർച്ചർ ചെയ്യുക, ഫോൺ നമ്പർ വിളിച്ചിട്ട് എന്തെല്ലാം വൃത്തികെട്ട് പറയുക. ഇവൻ്റെ മേലെ കംപ്ലൈൻറ്റ് ഉണ്ട്. അതുമാത്രമല്ല ഇവൻ കല്ല് കുടിച്ചിട്ട് വീട്ടിലെല്ലാം പോയിട്ട് ക്ലാസ് ഓടിക്കുക. അതുമാത്രമല്ല പെണ്ണുങ്ങൾ ബാത്റൂമിൽ കുളിക്കാൻ പോയാൽ അവൻ ഇളിക്കി നോക്കുക. ഇവനോട് ടോർച്ചർ തന്നെ സഹിക്കാൻ കഴിയില്ല. ഒരാളെ കാല് പൊളിച്ച് ഒരാളെ കൈ പൊളിച്ചിന് ഇവന് കെട്ട പളിക്കെല്ലാം ഉണ്ട്. അങ്ങനെ പറഞ്ഞ് പോലീസ് അവനോട് അടിച്ച് കൊണ്ടുപോയി. അതുമാത്രമല്ല ചെറിയൊരു പെണ്ണ് ആ പെണ്ണിനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ആ കുട്ടി വീട്ടിൽ കൊടുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഇവന് എടുത്തുകൊണ്ട് പോവുക. അതുമാത്രമല്ല ഒരു വീട്ടിൽ ഇവന് 10 പവന് കട്ടിനി. ഇതൊരു കംപ്ലൈൻറ്റ്. കുട്ടീൻ്റെ വീട്ടിൽ കുട്ടീൻ്റെ കൗത്തിലുള്ള ഒരു മാലനെ എടുത്തുകൊണ്ട് പോയി ടോർച്ചർ ചെയ്തിട്ട് ആ കുട്ടീൻ്റെ കൗത്തിനെ എടുത്തുകൊണ്ട് പോയി. ഇതാണ് കംപ്ലൈൻറ്റ്. എല്ലാ കാര്യം പറഞ്ഞു. ഇത് കേട്ടിട്ട് ഇവനിക്ക് കഞ്ചാവ് വലിക്കുന്നു അവനിക്കെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇതായിട്ട് ഹീറോയുടെ അച്ഛനക്ക് തലക്ക് ഉപ്പാക്ക് ടെൻഷനായി. ഇങ്ങനത്തെ നല്ല ചെക്കനല്ലേ പറഞ്ഞു ബാപ്പ. അങ്ങനെ ഹീറോയ്ക്ക് എറിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവിടുന്ന് എറിഞ്ഞിട്ട് ഇവിടുന്ന് ഓടിപ്പോയി ഹീറോയ്ക്ക് കരഞ്ഞായിരുന്നു. എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല പറഞ്ഞു. ഇവർ കേട്ടാ. അങ്ങനെ ഹീറോ അവിടുന്ന് കരഞ്ഞിട്ട് പോയി. അതങ്ങോട്ട് അവനെ ജയിലിലിട്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി ഡാഡി അവനക്ക് ഹീറോ ഇവിടുന്ന് എനിക്ക് ജോബ് കിട്ടും, ഞാൻ പോയിട്ട് ഇവിടെ പഠിക്കില്ല ഞാൻ വേറെ സ്ഥലത്ത് ഹീറോയിൻ്റെ മംഗളയ്ക്ക് വന്ന ആ ചെക്കൻ്റെ ഉമ്മൊപ്പം വന്ന് ഹീറോയിനോട് ജയിലിൽ നിന്ന് ഇറക്കാനും കുറേ ടോർച്ചർ ചെയ്യായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. അങ്ങനെ ഹീറോയി പറഞ്ഞു എന്നിട്ട് സെക്കൻഡ് ഞാൻ പഠിക്കാൻ പോകുന്നത്. കുറച്ച് പ്ലേസിലാണ് ഹീറോയിൻ അവർ ഉമ്മ മേലെ കുറച്ച് കേസ് ഉണ്ടായിരുന്നു. അത് പോലീസ് കണ്ടുപിടിച്ച് അകത്തിട്ടു. ഹീറോ എങ്ങനെ ഫസ്റ്റ് ഇയർ പഠിച്ച് സെക്കൻഡ് ഇയർക്ക് പാസ്സായി. മമ്മി എൻ്റെ കൂടെ നിങ്ങൾ വരാൻ പറ്റുമോ? ഹീറോയിൻ പാപ്പ കേട്ടു. എവിടേക്ക് അമ്മ പോകുന്നത്? ഞാൻ കൊറിയക്ക് പോവാം, എനിക്കവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട്, റോസിയും അവിടെ പഠിക്കുക, ഇവിടെ ഇരുന്ന് ശരിയാവില്ല. ഹീറോയിൻ്റെ പാപ്പ പറഞ്ഞു ഓക്കെ ഞാൻ കൂടെ വരാമെന്ന്. അങ്ങനെയായിട്ട് അവർ ഫാമിലി ആയിട്ട് കൊറിയക്ക് പോയി. ഹീറോയിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ കൊറിയക്ക് പോയി. അങ്ങനെ ഹീറോയിൻ ഡാഡിക്കും അവിടെ ഒരു ജോലി കിട്ടിയായിരുന്നു. അവിടെ ജോലി കിട്ടിയായിരുന്നു. ഹീറോയിൻ ഡാഡി അവിടെ അങ്ങനെയായിട്ട് ജോലി ചെയ്യായിരുന്നു. ഹീറോയിൻ ഡാഡിക്ക് വേറെ വഴിയില്ല, ഇവിടെ നിന്ന് ശരിയാവില്ല പറഞ്ഞു. അങ്ങനെ കുറച്ച് അവിടെ ജോലി ചെയ്യുന്നതായിരുന്നു. ഹീറോയിൻ്റെ ഡാഡിൻ്റെ പഴയൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു മച്ചാൻ ഇവിടേക്ക് വരാൻ എന്ന് പറഞ്ഞായിരുന്നു പലവട്ടം. അവരുടെ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് ഹീറോയിൻ്റെ ഡാഡി. ശരിടാ ഇവിടെ ജോലി ചെയ്തു, പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. അതൊരു ഹോട്ടലിലാണ് നല്ല ജോലി ചെയ്യുന്നത് ഹീറോയിൻ്റെ ഡാഡി. മമ്മി വീട്ടിലാണ് ഉള്ളത്. ഹീറോയിന് കോളേജിൽ പോയായിരുന്നു. അങ്ങനെ കോളേജിൽ പോകുമ്പോൾ ഗ്രാൻഡ് പാക്ക് ഹീറോയിനെ കണ്ട് ഗ്രാൻഡ് പാക്ക് ഹാപ്പി ആയിരുന്നു. ഹീറോയിനോട് മീറ്റ് ചെയ്ത് അങ്ങനെയായിട്ട് ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നു. അവർ ഉപ്പമാരോട് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ഡാഡി മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹീറോയിനെ എൻ്റെ ഗ്രാൻഡ് സൈനൊക്കെ മാരേജ് കഴിക്കണോ. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് ഇപ്പോൾ ഇടുന്ന എങ്ങനെ ഇവർ കണ്ടുപിടിച്ച് ഇവളെ മാരേജ് കഴിച്ചു കൊടുക്കാന്ന് ഹീറോയിൻ ഡാഡി മനസ്സിലുണ്ടായി. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ ഓക്കെ എന്ന് പറഞ്ഞു പോയി. ഹീറോയിനോട് പറയുന്നുണ്ട്. ഹീറോയിൻ വീട്ടിൽ വന്നപ്പോൾ നിനക്ക് മാരേജ് പാപ്പ അത് ഇപ്പോൾ വീണ്ടും ഇല്ലമ്മ, വേറെ വഴിയില്ല. അവന് ബാധ്യതയോട് കണ്ടുപിടിച്ചു. ഞാൻ എവിടെ ഉള്ളത് അവൻ കണ്ടുപിടിച്ച് ഇവിടെ വരും. നീ മാരേജ് കഴിച്ച് പറ്റൂ, ഇല്ല പ്രശ്നമാവും. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡി പറയാൻ തുടങ്ങിയായിരുന്നു. കരഞ്ഞിട്ട് പറയാൻ തുടങ്ങി. വേറെ വഴിയില്ല. ഹീറോയെ അക്സെപ്റ്റ് ചെയ്ത് മാരേജ്. അങ്ങനെ PTS മെമ്പർ എന്തോടെ ഗ്രാൻഡ് പാ പറഞ്ഞു ഞാൻ പറഞ്ഞ ഗേള് നീ മാരേജ് കഴിക്കും. ഗ്രാൻഡ് പാ പറയാം, നിൻ്റെ മമ്മിക്ക് ഡാഡിക്കെല്ലാം ഓക്കെയാണ്. ഞങ്ങളെ മമ്മി ഡാഡിക്ക് ഗ്രാൻഡ് പാ ഞങ്ങളെ ഒരു പെണ്ണെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് എടാ അങ്ങനെ നിൻ്റെ ഗേൾ ഫ്രണ്ട് നീ റൂം നമ്പർ 7 ആ റൂമിൽ നിങ്ങൾ പോയിക്കോ. അതുകൊണ്ട് നിങ്ങൾ ഓക്കെയാണോ നോ ആണോ നീ പറഞ്ഞോ. ഓക്കെ ഗ്രാൻഡ് പാ, റൂം നമ്പർ 7 ശരി അങ്ങനെ റൂം നമ്പർ ഗ്രാൻഡ് പാ പറഞ്ഞു വിട്ടതാ. ശരി സാർ ഇതാണ് റൂം. സീക്രട്ട് റൂം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇവിടെ ക്യാമറ വെച്ചായിരുന്നു. അത് റൂമുക്ക് PTS മെമ്പറിൻ്റെ ഗേൾ ഫ്രണ്ട് സ്റ്റെല്ല വന്നു. അവർ സംസാരിക്കുന്ന സ്റ്റെല്ല അകത്ത് വന്നു. റൊമാൻസ് ചെയ്യായിരുന്നു. സ്റ്റെല്ല കിസ് അടിക്കായിരുന്നു. ജാക്സൺ എന്താ സ്റ്റെല്ല നീ PTS മെമ്പറിന് മാരേജ് കഴിക്കുന്ന അവരെല്ലാം പറയായിരുന്നു. സ്റ്റെല്ല പറയായിരുന്നു എന്താ
നീയാണ് എൻ്റെ ബോയ് ഫ്രണ്ട്, ഞാൻ തന്നെ നിന്നെ മാരേജ് കഴിക്കൂ. ഞാൻ അവർ മാരേജ് കഴിക്കില്ല, സ്റ്റെല്ല പറഞ്ഞു. എന്താടാ നീ പറഞ്ഞത്? അതെ, അവർ ഫേമസ് ആയിട്ടുണ്ട്. സ്റ്റെല്ല പറയുന്നു. അവരെ ഞാൻ ബ്രേക്ക് ചെയ്യാം. അതുമാത്രമല്ല അവരോട് കുറച്ച് പണം സ്വത്തുണ്ട്, അതിനെ എടുത്ത ശേഷം നിൻ്റെ കൂടെ ഓടി വരാം. സ്റ്റെല്ല പറഞ്ഞു. ഇത് കേട്ട് പീച്ചർ ഷോക്കായിരുന്നു. അവർ റൊമാൻസ് ചെയ്തു. അങ്ങനെയായിട്ട് അവർ റൊമാൻസ് ചെയ്തു. അവരോടൊന്നും അവർ കുറച്ച് റൊമാൻസ് ചെയ്ത് അവിടുന്ന് അവർ പോയി. അതെ, അവർക്ക് ഫോൺ വന്നു. ജാക്സൺ പറഞ്ഞു, ബേബി എനിക്ക് കോൾ വന്നിട്ടുണ്ട്, ഞാൻ പോവാം. ശരി, ഞാൻ ഡ്രോപ്പ് ചെയ്തേട്ടാ. ശരി ജാക്സൺ. അങ്ങനെ രണ്ടുപേർ പോയി. അത് ക്യാമറ വീഡിയോസ് അത് റിപ്പീറ്റ് സിമ്പർ എടുത്ത്. ശരി ഗ്രാൻഡ് പാ, എനിക്ക് മാജിക് ഓക്കെ. എന്താടാ നീ പറഞ്ഞ? അങ്ങനെ ആറും പോയിട്ട് ഫസ്റ്റ് പറഞ്ഞായിരുന്നു. ഷുഗർ ഷോക്കായി. ഗ്രാൻഡ് പാ, ഞാൻ മാരേജ് കഴിച്ചോളാം. അങ്ങനെ ആറും പറഞ്ഞിട്ടു ടെൻഷനിൽ പോയി. ഷുഗം പറഞ്ഞു, ഞാനും കൂടെ കല്യാണിക്കാം. ബാക്കി നമ്മൾ ഷോക്കായി. ആരും അറിയാത്തൊരു ഇങ്ങനെ ഗ്രാൻഡ് പാ മാരേജ് കഴിക്കും? സാരില്ലടാ. ആറുമ്പോഴേ ടെൻഷനിലാണ് പറയാ. ജോഹോ പറഞ്ഞു, സാരില്ലാണ് അവർ മാരേജ് കഴിക്കും. അങ്ങനെ ഹീറോയ്ക്കും ബി ടി എസ് മെമ്പർ 7 പേർക്കും മാരേജായി. അവർ വീട് ഒരു ഹാപ്പി ഇല്ലായിരുന്നു, കുറച്ച് ടെൻഷനായിരുന്നു. അതിന് ഇതൊരു ന്യൂസായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ബി ടി എസ് മെമ്പർക്ക് മാരേജായി. അങ്ങനെ ഹീറോയിൻ്റെ വീട് മാത്രമേ കാണുന്നില്ല, അങ്ങനെ ക്ലിയർ ഇല്ലായിരുന്നു. അങ്ങനെ ബി ടി എസ് മെമ്പർക്ക് 7 പേർക്ക് മാരേജായി എന്ന് പറഞ്ഞായിരുന്നു. അത് ഹീറോയിന് മാരേജ് കഴിക്കാൻ പറഞ്ഞ ചെക്കന് ജയിലിലുണ്ടായിരുന്നു. അവനൊക്കെ ടെൻഷനായിരുന്നു. അവൻ്റെ ഉപ്പ ഉമ്മ ജയിലിലുണ്ടായിരുന്നു. അവർ മേലിൽ കുറച്ച് കേസ് ഉണ്ടായിരുന്നു, അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോ അവിടെ സെക്കൻഡ് ഇയർ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെയായിട്ട് തേർഡ് ഇയർക്ക് എത്തി ഹീറോയി. തേർഡ് ഇയർ ഇപ്പോൾ പഠിക്കാമായിരുന്നു. മച്ചി എന്താടി ഇനി പീറ്റർ സമ്പറില്ലാത്തൊരു ഫ്രണ്ട് കുറച്ചിടാൻ സംസാരിക്കും, അങ്ങനെ കൂടെ സംസാരിക്കില്ലായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്തോ ഒരു മാരേജ്, എന്തോ ഒരു കഷ്ടമായി മാരേജിൽ. അവർ വില്ലൻ. അതെ, അവൻ ഹീറോയിൻ മാരേജ് കഴിക്കാൻ പോകുന്നില്ല. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. അവൻ്റെ ഉപ്പ ഉമ്മ ഇറങ്ങി. എവിടെയാവുള്ളൂ. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിൽ വന്നു. ഹീറോയിൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ ആളുമില്ല. അതെ, വീട്ടിൽ ആളുമില്ല, വേറെ ആളുണ്ടായിരുന്നു. ഇവരെവിടെ പോയി അറിയില്ല സർ. ഹീറോയിൻ റോസിൻ്റെ വീട്ടിലേക്ക് പോയി. റോസിൻ്റെ വീട്ടിൽ നോക്കും, റോസ് വീട്ടിലില്ല. ടെൻഷനായി.